ഹലോ ഗൈസ്, സെറാസ് ഡിസ്നി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഗാർഡൻ മേക്ക് ഓവറാണ്. ഞാൻ ഒരു ഗാർഡൻ മേക്ക് ഓവർ ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ഗാർഡൻ ഫുള്ള് കാണിക്കും. നിങ്ങൾ ഗാർഡൻ അല്ല, ഇത് ഗാർഡൻ ആണിത്, പക്ഷേ ഇപ്പം നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ ഇതെല്ലാം സെറ്റാക്കിയിട്ട് എടുക്കുന്നതായിരിക്കും. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ചെടികളും കാണിക്കുന്നതായിരിക്കും. കുറേ ചെടികളുണ്ട്, ഇടയ്ക്കൊക്കെ കാട്ടിലാണ് നിൽക്കുന്നത്. അതെല്ലാം വൃത്തിയാക്കിയിട്ട് ഞാൻ ഒന്നുകൂടെ വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് നമ്പ്യാർവട്ടം ചെടിയാണ്, മുല്ലപ്പൂവിൻ്റെ ഒക്കെ കണക്കിരിക്കും. ഇത് മൊട്ടാണ്, പൂവില്ല. ഇതാണെങ്കിൽ ബാമ്പു ആണ്. ബാമ്പു എന്ന് വെച്ചാൽ ചെറിയ ബാമ്പു ചെടിയാണ്. പിന്നെ കടലാസ് ചെടി ഇപ്പോൾ ഉണ്ട്, അത് റോസാണേ. ഞാൻ ഇപ്പോൾ കൊണ്ടുവച്ചതാ, അതാ അത്രയും. ഇടയ്ക്ക് സൗണ്ട് ഡിസ്റ്റർബൻസ് വരുന്നതെന്ന് ക്ഷമിക്കണേ. പിന്നെ ഇത് ഇലച്ചെടിയാണ്. ഇത് ഞങ്ങൾ ബഡ് ചെയ്ത ചെമ്പരത്തിയാണ്, അതുകൊണ്ടാണ് ഇതിന് വൈറ്റ് കളർ ഷെയ്ഡ് വരുന്നത്. ഇടയ്ക്ക് ഗ്രീനും വൈറ്റും ഷെയ്ഡ് വരുന്നത്. പക്ഷെ പൂവ് നമുക്ക് ചെമ്പരത്തിയുടെ കളർ റെഡാണ്. ഇലച്ചെടിയാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നുള്ളതെന്ന് വെച്ചാൽ നെല്ലിയുണ്ട്. നെല്ലി എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. പിന്നെ നെല്ലിക്കകത്ത് ഞാൻ എൻ്റെ ഒരു പഴയ ഒരു ചെരുപ്പ് വെച്ചിട്ട്, ഷൂ വെച്ചിട്ട് അതിനകത്ത് ചെടി വെച്ചിട്ടുണ്ട്. അത് 10 മണിയാണ്, ക്രിയേറ്റിവിറ്റി. പിന്നെ 10 മണിയാണ്. ഇതും ഞാനൊരു ചെയ്തതാണ് റൗണ്ടിനകത്ത്. അതിനകത്ത് വേറെ ചെടികളൊക്കെ ഇപ്പോൾ ഉണ്ട്, ഫേൺ ഇപ്പോൾ ഉണ്ട്. പിന്നെ ഇത് ഇലച്ചെടിയാണ്. പിന്നെ ഇതൊരു വയലറ്റ് ഹാങ്ങിങ് പ്ലാന്റ് ആണ്, അതങ്ങനെ വെച്ചേക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇത് ചേഞ്ചിങ് റോസും വേറൊരു ചെടിയും, പിന്നെ ഒരു വൈറ്റ് പൂ പിടിക്കുന്ന വേറൊരു ചെടിയുണ്ട്. ഞാൻ ഈ ഭാഗം ഗാർഡൻ സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ ഇതൊരു തെറ്റിയാണ്. ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ചെടിച്ചട്ടി. അതിനകത്ത് തെറ്റിയുണ്ട്, മുല്ലയുണ്ട്, ഒരു വേറെ ചെടിയുണ്ട്, റോസയൊക്കെ ഉണ്ട്. കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞങ്ങളുടെ അലോവേറ ഗ്രൂപ്പാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് അലോവേറാസാണ് ഈ നിൽക്കുന്നത്. പിന്നെ എല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ വൈറ്റ് ചെടി, പിന്നെ ഇവിടെ യെല്ലോ തെറ്റിയുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ റോസ ഉണ്ട്. റോസ ഡാർക്ക് റോസയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് 3 ചെടി ഇപ്പോൾ ഉണ്ട്. ചെമ്പരത്തി ഉണ്ട്, റോസയുണ്ട്, പിന്നെ ഈ വെള്ള ഇലച്ചെടിയുണ്ട്. ചെമ്പരത്തി തട്ട് ചെമ്പരത്തിയാണ്. നിങ്ങൾക്ക് ഞാൻ പൂ പിടിക്കുമ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതിൻ്റെ ഈ ഇലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇത് അടിയിൽ സ്മൂത്താണ് ചെമ്പരത്തി. പിന്നെ ഉള്ളത് ഹൈഡ്രാഞ്ചിയ നിൽപ്പുണ്ട്, വയലറ്റ് പൂ പിടിച്ച് നിൽപ്പുണ്ട്, വയലറ്റ്. പിന്നെ വേറൊരു ചെടി മഞ്ഞ പൂ പിടിക്കുന്നുണ്ട്. ഗൈസ്, ഇതാണ് മഞ്ഞപ്പൂ പിടിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് സൗണ്ട് പ്രോബ്ലം ഉണ്ട് കേട്ടോ, നിങ്ങളതൊന്നും ഇതാക്കല്ലേ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു റോസ ഇപ്പോൾ ഉണ്ട്, വൈറ്റ് റോസ. പിന്നെ ബാക്കിയെല്ലാം നിൽക്കുന്നത് ഇവിടെ മെയിനായിട്ട് കൂടുതലുള്ള ഇല ചെടികളാണ് കേട്ടോ. ഇല ചെടികൾ കാണാൻ നല്ല രസമാണ്. പിന്നെ ഒരു മന്ദാരം നിൽപ്പുണ്ട്, അത് ഞാൻ സ്കൂളിൽ നിന്ന് കൊണ്ടുവച്ചതാണ്. പിന്നെ ഇത് വേറൊരു ഇലച്ചെടി ഉണ്ട്. പിന്നെ അവിടെ ഇതുണ്ട്, കുറ്റിമുല്ല ഇപ്പോൾ ഉണ്ട്. വേറെ നമ്പ്യാർവട്ടം ഇപ്പോൾ ഉണ്ട്. കുറേ ചെടികൾ ഇപ്പോൾ ഉണ്ട്. പിന്നെ മഞ്ഞച്ചെടി, കോഴിവാലൻ ചെടി, പിന്നെ കൊങ്ങണി ഇപ്പോൾ ഉണ്ട്. പിന്നെ ഇതൊരു ചെടിയാണ്. പിന്നെ റോസ ഞാൻ ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ്, ഞാനൊരു ബട്ടർഫ്ലൈ പ്ലാന്റ് നട്ട് വെച്ചേക്കുക.
നടുക്ക് ബട്ടർഫ്ലൈ പ്ലാന്റും സൈഡിലെല്ലാം 10 മണി. 10 മണി എൻ്റെ ഉള്ളത് വൈറ്റും യെല്ലോയേ ഉള്ളത്. പിന്നെ ഇതൊരു ജാറിൽ അകത്ത് വെച്ചിരിക്കുന്നതാണ് ബാംബൂവിൻ്റെ. പിന്നെ ഇത് മണി പ്ലാന്റ് ആണ്.